ഈ എളിയ സഹോദരന് ചെയ്തിരിക്കുന്നത് എനിക്ക് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവം സഭയിൽ ഓരോരുത്തരെ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത്. അവൻ എന്റെ കാര്യം ശരിയാ, എന്റെ കാര്യം ഓക്കെ എന്നല്ല, മറ്റുള്ളവരെയും അവൻ സ്വന്തം കാര്യമല്ല മറ്റുള്ളവരുടെ കാര്യം നോക്കുമ്പോഴാണ് ഞാൻ ദൈവത്തെ സേവിക്കുന്നവനാകുന്നത്. ഇവിടെ ഏലിയാവ് അവരോട് ചോദിക്കുകയാണ്, യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ. അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവൻ നടന്നതുപോലെ നടക്കുക എന്നുള്ളതാണ്. യേശു നടന്നതുപോലെ നാം നടക്കുന്നതാണ് അവനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക. മണലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെ കാലിന്റെ പാടുകൾ കാണാം അല്ലെ, മണൽ കടൽ തീരത്തൂടെ കടന്നു പോകുമ്പോൾ ആ പാദത്തിലൂടെ ചവിട്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ അതിന്റെ കൂടെ വരുന്നത് പോലെ യേശുവിന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ അവൻ നമുക്ക് നല്ലൊരു മാതൃക വച്ചേച്ചു പോകുന്നു. അവൻ നിങ്ങൾ ആരെയും മാതൃക നിങ്ങൾ നോക്കരുത്, എന്റെ മാതൃക നോക്കരുത്, ഒരു ദൈവദാസന്മാരെ മാതൃക നോക്കല്ല, യേശുവിന്റെ മാതൃക നോക്കണം. അവൻ യേശുവിന്റെ മാതൃക, യേശു കാണിച്ച മാതൃക നോക്കിയാൽ ഈ ലോകത്തിൽ ആരും നിങ്ങളെ പരാജയപ്പെടുത്തത്തില്ല. യേശു നമ്മുടെ കരം പിടിച്ച അവന്റെ പുറകെ നാം പോകുന്നത്. ഹല്ലേലൂയ. അവൻ പലപ്പോഴും ഈ ലോകത്തിലൊരു മനുഷ്യനെ നോക്കിയാൽ നിങ്ങളെ തെറ്റിക്കും. ലോകത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളെ തെറ്റിക്കും. പക്ഷേ ഈ വിശുദ്ധ വേദപുസ്തകം നിങ്ങളെ തെറ്റിക്കത്തില്ല. യേശു നിങ്ങളെ തെറ്റിക്കത്തില്ല. വിശുദ്ധ വചനം നിങ്ങളെ തെറ്റിക്കത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ തെറ്റിക്കത്തില്ല. നിങ്ങളെ നിശ്ചയിച്ച സ്ഥാനത്ത് ദൈവം നിങ്ങളെ കൊണ്ടുപോകാനിടയായി തീരും. ആമേൻ. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പറയണം, കർത്താവേ, ഞാൻ നിന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ. ഫസ്റ്റ് പീറ്റർ 1:21 2:21 ആ വാക്യം കാണുന്നത്. ഫസ്റ്റ് പീറ്റർ 2-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് അവിടെ കാണുന്നത്. അവിടെ പറയുകയാണ് അവന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ നമുക്കൊരു മാതൃക വച്ചേച്ചു പോകുന്നു. ഹല്ലേലൂയ. ഈ ലോകത്ത് ആരെങ്കിലും മാതൃക കൊടുക്കാനുണ്ടോ? അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഈ ലോകത്ത് ആരെങ്കിലും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനുണ്ടോ? ഇന്ന് പല ഇമിറ്റേറ്റിന്റെ ഒരു കാലമാണെന്ന്. ഇന്ന് യേശുവിനെ അല്ലാതെ, ഹല്ലേലൂയ, അവൻ യേശുവിനെ ഉയർത്തുന്നതിൽ നമ്മൾ അഭിമാനിക്കണം. ആമേൻ. നമുക്ക് രോഗസൗഖ്യം കിട്ടിയാലും വിടുതൽ കിട്ടിയാലും യേശു എന്നെ വിടുവിച്ചു, സഭ പ്രാർത്ഥിച്ചു, അങ്ങനെ പറയണം. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചല്ല, ദൈവദാസൻ പ്രാർത്ഥിച്ചെന്ന് നിങ്ങൾ പറയരുത്. മഹത്വം എവിടെ പോയി? മഹത്വം എനിക്കല്ല വരേണ്ടത്, എന്റെ നാഥന് മഹത്വം വരണം. ഹല്ലേലൂയ. എന്റെ കർത്താവ് പറഞ്ഞു, എന്റെ മഹത്വം ഒരാലയത്തിനും ഒരു വിഗ്രഹത്തിനും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ഒരു ദിവസം ഒരു സഭയിൽ ഒരു സഹോദരി സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. അന്നേരം സഭയിൽ നിന്നൊക്കെ കടന്നു വന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് വിടുതൽ കണ്ടു. അപ്പോ പാസ്റ്റർ ഒന്നുകൂടെ ചോദിച്ചു, സഹോദരി ഒന്നുകൂടെ വ്യക്തമായില്ലല്ലോ, ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. അപ്പോൾ സഹോദരി പറഞ്ഞു, സഭയിൽ നിന്ന് ദൈവദാസനും പാസ്റ്റർ വന്ന് എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നല്ല ഇപ്പൊ കറക്റ്റായി. അപ്പൊ ഇവിടെ മഹത്വം പോയി, പാസ്റ്ററിന്റെ മഹത്വം പോയി. പാസ്റ്റർ അല്ല മഹത്വം എടുക്കേണ്ടത്. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ സ്തോത്രം, നമ്മളൊരു പാത്രമായി നിൽക്കുക. ഈ പാത്രത്തിന് തന്നെ മാന്യതയുണ്ടോ? നമ്മുടെ കിച്ചണിൽ നിന്ന് ഷെൽഫിൽ നിന്ന് ഒരു പാത്രം എടുത്ത് നമ്മൾ കഴിക്കുന്നു. ഈ പാത്രത്തിന് മാന്യതയുണ്ടോ? അങ്ങനെ കണക്കാക്കി അറിയേണ്ടി ആരെയും. ഞാൻ ദൈവം തന്ന അരുളപ്പാടുകൾ ഈ പാത്രത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ വിളമ്പി തരുന്നു. ഈ പാത്രത്തിന് മാന്യതയില്ല, അത് കഴിച്ചാൽ നമ്മൾ അത് ഇരിക്കേണ്ട സ്ഥലത്ത് അവിടെ ഇരിക്കും അല്ലേ? ഇന്ന് മാന്യത കൊടുക്കേണ്ടത് ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശുവിന് മാത്രമേ മാന്യത കൊടുക്കാവൂ. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, നമ്മൾ വചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഇന്ന് പല ആചാരങ്ങൾ നമ്മളെ ഇട്ട് വലയ്ക്കുക.